ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഈ ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പാർട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഭാഗമാണ്. ഇതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഓക്കെ, ഈ ഒരു ഹെഡിങ് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മിസ് ഒന്ന് വായിച്ചുതരാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എവിടുന്നാണ് ഇൻകം ലഭിക്കുന്നത്? ഹൗസ് പ്രോപ്പർട്ടി, നമ്മുടെ വീട് സംബന്ധമായ സ്വത്ത് അല്ലെ. മീൻസ് പ്രോപ്പർട്ടി മീൻസ് സ്വത്ത് എന്നാണ്. വീട് അതായത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ആൻഡ് പ്രോഫിറ്റ്സ് ലാഭം ആൻഡ് ഗെയിൻസ് നമ്മൾ വേറെ എന്തും കൂടി നമുക്ക് കിട്ടുന്നു. എന്ത് കിട്ടുന്നുണ്ട്? ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അതെന്താവാം? ബിസിനസ്സിലേക്കോ പ്രൊഫഷണലിയോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്കോ പോകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതൊരു റിലേറ്റഡ് ആയിട്ട് ഇൻകം വരുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മിസ് ഇത് എഴുതിയത് നോക്കുമ്പോൾ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, കാരണം നമ്മളെ യൂണിക് ഹെഡിങ് തന്നെയാണത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഹോൾ ഏരിയ കവർ ചെയ്ത് പോകേണ്ടത് എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിനോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. നമ്മളെ ഹൗസ് പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്യാം, ഹൗസ് പ്രോപ്പർട്ടി പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ കൈവശം വെക്കാം, ഗവൺമെന്റിന്റെ കീഴിൽ ആണോ ഇതിന്റെ ഒരു വാടക വാങ്ങുന്നത്, റെന്റൊക്കെ വാങ്ങുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലയോ അല്ലാതെയാണോ, അങ്ങനെയുള്ള പല ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് എങ്ങനെയാണ് നമുക്ക് റെന്റ് പിടിക്കാൻ പറ്റുമോ, ഗവൺമെന്റിന് അങ്ങനെ ഉണ്ടോ? പിന്നെ എക്സെപ്ഷൻസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ് എക്സെപ്ഷൻസ്, അത് ഒഴികെയുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? ലൊക്കേറ്റിംഗ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ബാങ്കും പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, അതൊക്കെ ഒരു ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, നമ്മൾ എല്ലാ പാർട്ടും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ എന്തൊക്കെയുണ്ട്? ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ദെൻ ഹൗസ് പ്രോപ്പർട്ടി, എക്സെപ്റ്റഡ് ഇൻകം ഉണ്ട്, സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ആനുവൽ വാല്യൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ, ഡിഡക്ഷൻ ഓഫ് ആനുവൽ വാല്യൂ, ലോസ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലോസ് LOSS ലോസ്, നഷ്ടം വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകണം. ഇതിൽ ഒബ്ജക്റ്റീവ്സ് മിസ് ഒന്ന് വായിക്കുക. ലിസ്റ്റ് ദ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ലിസ്റ്റ് ദ എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ അല്ലാതെ വരുന്ന എന്തൊക്കെയാണ് നോക്കാം. ദെൻ ഡിറ്റർമിൻ ദ ആനുവൽ വാല്യൂ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഡിഫറെന്റ് കാറ്റഗറി. ആനുവൽ വാർഷിക വരുമാനം നോക്കുമ്പോൾ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? വാർഷിക വരുമാനം എങ്ങനെയാണ് ഇതിൽ വരുന്നത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഡക്ഷൻ അവൈലബിൾ റെസ്പെക്റ്റീവ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഡിഡക്ഷൻ, നമ്മൾ 50,000 ഡിഡക്ഷൻ ഒക്കെ പറഞ്ഞില്ലായിരുന്നു, നമ്മളെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഡിഡക്ഷൻ പറഞ്ഞില്ലായിരുന്നു, 50,000 ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ഇതിലുള്ള ഡിഡക്ഷൻ എത്ര നോക്കാം. ആൻഡ് കമ്പ്യൂട്ട് ദ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മിസ് വായിക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ദ സെക്കൻഡ് ഹെഡ് ഓഫ് ഇൻകം സിൻസ് ഓഫ് കൺസിഡർ ദ ഹെഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ഹിസ് ട്രാൻസ്ഫറൻസ് ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസ് ബൈ ദ ഫിനാൻസ് ആക്ട് 1988. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് നിയമപ്രകാരമുള്ള ഓരോ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, അതിൽ തന്നെ 17, 18, 20 എന്നൊക്കെ പറഞ്ഞ ഓരോ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ദ ഇൻകം ഫ്രം അതർ സോഴ്സസ് ബൈ ദ ഫിനാൻസ് ആക്ട്. അപ്പോൾ ഇത് അതർ സോഴ്സസ് മീൻസ് വരുന്നത് എന്താ? കാരണം ഹൗസ് പ്രോപ്പർട്ടിയാണ് അല്ലേ. ഹൗസ് പ്രോപ്പർട്ടി അതർ സോഴ്സ് ആണ്, അല്ലാതെ ഗവൺമെന്റ് സോഴ്സ് അല്ല. അതെന്താവും? പല പ്രോപ്പർട്ടി, പലർക്കും പല പ്രോപ്പർട്ടി പല പ്രദേശങ്ങളിലാവാം. അത് വയനാടോ കോഴിക്കോടോ നമ്മുടെ ജില്ല ബേസ് ചെയ്താവാം, സ്റ്റേറ്റ് ബേസ് ചെയ്താവാം അല്ലേ, കൺട്രി ബേസ് ചെയ്താവാം. പലർക്കും പല സ്ഥലത്തും എന്തുണ്ടാവും? പല സ്വത്തുക്കളും പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അതർ പ്രോപ്പർട്ടീസിലാണ് വരിക, അല്ലാതെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സംഭവങ്ങളല്ല. അതൊരു വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നതും ആ വ്യക്തിക്ക് കിട്ടുന്ന റെന്റ്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനല്ല കിട്ടിയ വാടക അല്ലേ. നമ്മുടെ പ്രദേശത്ത് ചെറുത് നോക്കുമ്പോൾ ചെറിയ കുഞ്ഞു വാടക മുറികളിലൊക്കെ ഷോപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരോ. അത് ഓരോ വ്യക്തികളതാണ്, അല്ലാതെ അതെന്തല്ല ഗവൺമെന്റ് ടാക്സ് ഓറിയന്റഡ് അല്ല. അതുകൊണ്ട് എന്തിലെ ഏത് ആക്ടിലാണ് ഇത് പറയുന്നത്? 1988 എന്ന് പറയുന്ന ഒരു ആക്ട്. അപ്പൊ നിങ്ങൾ ആക്ട് മറന്നു പോകരുത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ട് ഇത്രയും, കാരണം നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്ത ഓരോ ചാപ്റ്ററും നമ്മൾ 1961 ആക്ട്, ഇൻകം ടാക്സ് ആക്ടിലാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ പോകുന്നത് എന്താണ്? ഇത് മൊത്തത്തിൽ വരുന്നത് ഏതിലാന്ന് പറയോ? ഫിനാൻസ് ആക്ട് 90. ഇത് മറന്നു പോകരുത്, മിസ് ഇത് എഴുതുന്നുണ്ട്. ഫിനാൻസ് ആക്ട്
ഫിനാൻസ് ആക്ട് എത്രയില 1988 എന്ന് പറയുന്ന ഫിനാൻസ് ആക്ടിലാണ് ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്ത് പോകുന്നത്. ഇനി മിസ് ഇത് മറ്റേത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സെക്ഷൻ ഇങ്ങനെ ഒക്കെ വരുന്നത് എന്താണ് 61 നമ്മൾ പറഞ്ഞു. അതേപോലെ ഇനി മിസ് പറയാൻ പോകുന്നത് 1988 ആയിരിക്കും കേട്ടോ. അപ്പം നീ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്താ മനസ്സിലാക്കുക, കാരണം ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്ന അതിലായിരിക്കും. അപ്പോൾ ഇതിലെന്താണ് ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതിലെന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 22 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 ഓഫ് ഹാസ് പേ ടാക്സ് ആനുവൽ വാല്യൂ. അതിൽ ഇനിയും തന്നെ 1961 തന്നെ പോവാണ്. കാരണം ഈ 80 എന്ത് ഫിനാൻസ് ആക്ട് പ്രകാരമാണ് എന്ത് പ്രോപ്പർട്ടി ആൻഡ് അതർ എന്താണ് ഇതിനെന്താ പേര് നമ്മൾ പറഞ്ഞത് അതർ പ്രോപ്പർട്ടീസ് ആക്ട് എന്നാ പറഞ്ഞല്ലേ. 98 ആക്ട് എന്ത് ആക്ട് എന്നാ പറഞ്ഞത്? ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ഇൻകം ഫ്രം അതർ SOURCE അതർ സോഴ്സസ്, മറ്റുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഇൻകം ആണ് ഏത് ആക്ട് പറയുന്നത്? ഫിനാൻസ് ആക്ട് 1980. നമ്മളുടെ എന്താണ് 1961 വിട്ടിട്ട് നമുക്ക് എന്തില്ല, ഒരു കളിയില്ല അല്ലേ. 1961 1961 ആക്ട് പ്രകാരം ഇൻകം ഫ്രം ഹൗസ് കീപ്പിങ്ങിന് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് മിസ് ഒന്ന് വായിച്ചുതരാം. എന്താ പറയുന്നത്? According to section 22 Income Tax Act 1961, the access has been paid tax to annual value of property. അതായത് ആനുവൽ വാല്യൂ മീൻസ് വാർഷിക മൂല്യം. എന്തിൻ്റെ? പ്രോപ്പർട്ടിയുടെ വാർഷിക മൂല്യം. എന്തിനെ ബേസ് ചെയ്ത്? under the type of 3 section. Okay, 3 section ഏതാ മിസ് വായിക്കാം. The first is which consists of any building or lands apparent, അതായത് എന്തെങ്കിലും ലാൻഡോ ബിൽഡിങ്ങോ ആവാം. നെക്സ്റ്റ് വിച്ച് ഈസ് ഓൺ ബൈ അസസി, അതൊരു ഓണർ ആവാം അത് കൈകാര്യം ചെയ്യുന്നത്. വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ബൈ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, അതായത് ആ ഓണർ നേരിട്ടായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, അത് ആർക്കെങ്കിലും റെന്റിനോ മറ്റേതോ റെന്റിനോ അല്ലെങ്കിൽ പണയത്തിനോ നമ്മൾ പറയാം. അങ്ങനെ വർഷത്തേക്കോ അല്ലെങ്കിൽ ഡെയിലി റെന്റിനോ അങ്ങനെ പല രൂപത്തിലും കൊടുക്കുന്ന അയാളുടെ ഇഷ്ടം. ബിൽഡിംഗ് ഓർ ലാൻഡ്സ് അപ്പാരന്റ് ഓഫ് തെറാറ്റോ. എന്താണ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പാരന്റ് തെറാറ്റോ പറഞ്ഞാൽ എന്താ? ഹൗസ് പ്രോപ്പർട്ടി മീൻസ് ബിൽഡിംഗ് ഓർ ലാൻഡ് മീൻസ് ഇറ്റ് ഇൻകം ഫ്രം സച്ച് ഹൗസ് പ്രോപ്പർട്ടി ഇൻ ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലേ. അതെങ്ങനെയൊക്കെ നോക്കിയാലും ഹൗസ് പ്രോപ്പർട്ടി മീൻസ് ഹൗസിനോടനുബന്ധിച്ച് ബിൽഡിങ്ങും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ബിൽഡിങ്ങൊക്കെ റെന്റിന് കൊടുക്കുന്ന എത്രയോ വലിയ നമ്മൾ ചെറിയ ബിൽഡിംഗ് കൊടുക്കും, വലിയ ബിൽഡിംഗ് കൊടുക്കും, എത്രയോ ബിൽഡിങ്ങുകൾ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ചെറിയ കുഞ്ഞിലെ ഒരു ഷോർട്ട് എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെങ്കിൽ ലോക്കൽ എക്സാം എന്നൊക്കെ പറയും. ലോക്കലായിട്ട് പറയുമ്പോൾ കുഞ്ഞൊരു ബിൽഡിങ്, ചെറിയൊരു ബിൽഡിങ് റെന്റിന് കൊടുക്കുന്ന ആൾ, അദ്ദേഹമായിരിക്കും അതിന് ഓണർ, അദ്ദേഹമായിരിക്കും വാങ്ങുന്നത്. അതെന്തല്ല ഗവൺമെന്റ് ആയിട്ട് ഒരു ഇടപാടുമില്ല. അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് അദ്ദേഹം വാടക വാങ്ങുന്നു, ഓരോ മാസത്തിലോ ഇനി ഡെയിലി വാടക കൊടുക്കുന്നതോ അങ്ങനെ പല രൂപത്തിലും വാടക വാങ്ങുന്നുണ്ട്. ദ വേർഡ് ബിൽഡിംഗ് ഹാസ് നോട്ട് ഡിഫൈൻഡ് ബൈ ഇൻകം ടാക്സ് ആക്ട്. അപ്പൊ ഈ ബിൽഡിംഗ് എന്നുള്ളത് എന്ത് വേർഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇൻകം ടാക്സ് എന്ത് ടാക്സ് ആയിരുന്നു മിസ് പറഞ്ഞത്? നമ്മൾ ഓർമ്മയുണ്ട് ഡയറക്റ്റ് ടാക്സ്, മറന്നു പോകരുത്. ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്. അപ്പൊ ആ ഒരു ഇൻകം ടാക്സ് എന്ന വേർഡുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ബിൽഡിംഗ് ടാക്സ്. Okay, the word building has not been defined income tax and building is defined in different leading cases of court means of place around the walls. Even there may be mud walls, excessive roof. Okay. അതെങ്ങനെയൊക്കെ ആവാം? റൂഫൊക്കെ എന്താവാന്നാ പറയുന്നത്? ബിൽഡിംഗ് ലാൻഡ് അപ്പാരന്റ് തെറാറ്റോയിൽ എന്താവാം? ദ ബിൽഡിംഗ് ഫോർ എക്സാമ്പിൾ എ സ്റ്റേഡിയം, ഓപ്പൺ എയർ സ്വിമ്മിംഗ് പൂൾ, ഡാൻസിങ് ഹൗസ് എക്സെട്ര. ബട്ട് റെസിഡൻഷ്യൽ ഹൗസ് വിത്ത് എ roof and without door cannot regarded the building. Land attached building means in case of residential building the way of house, gallery and kitchen, garden, playground, garage or keeping animals. Temporary huntsman on vacant or not include building at me income of such huntsman taxable head of income from other sources. Land which not apparent of a building has not become a house property or purpose of income tax for the
ഡസ് നോട്ട് ബിക്കം ഹൗസ് പ്രോപ്പർട്ടി ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ്. എന്തൊക്കെയാ പറയുന്നത്? അതായത് ഒരു ബിൽഡിംഗ് ഒരാൾ റെന്റിന് നമ്മളെ മനസ്സിൽ എക്സാമ്പിൾ ചെറിയ ബിൽഡിംഗ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഇവിടെ പറയുന്നത് എന്തായിരിക്കും? എക്സാമ്പിൾ കൊടുത്തത് എന്താണ്? ഇവിടെ വലിയൊരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ അനുബന്ധിച്ചായിട്ടുള്ള ബിൽഡിംഗ് ആണ് എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിൾ പറയുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നത്? കിച്ചൺ ഉണ്ടാവും, ഗാർഡൻ ഉണ്ടാവും, പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും, വലിയ വലിയ അതിനനുസരിച്ച് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെങ്കിൽ റെസിഡൻഷ്യൽ ഓഫീസ് റൂമുകൾ ഉണ്ടാവും, പിന്നെ ഗാലറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ദെൻ ഗ്യാരേജ് ഉണ്ടാവും, കീപ്പിംഗ് ആനിമലിനെ നോക്കാൻ വേറെ ഗ്യാരേജ് ഉണ്ടാവും, ഇപ്പുറത്ത് വണ്ടി നിർത്താൻ വേറെ ഗ്യാരേജ് ഉണ്ടാവും. അപ്പോൾ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു ഷോപ്പ്, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഫാൻസി കട നടത്താൻ ഒരു ഷോപ്പ് റെന്റിന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കട നടത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഷനറി, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ കാർപ്പൻറ്റേഴ്സിൻ്റെ ഇതൊക്കെ അല്ലേ, മരങ്ങൾ കൊണ്ടുവെക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സ്ത്രീകൾ നടത്തുന്ന എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും തയ്യൽ പോലെ ചെറിയൊരു അങ്ങനെ അതും ഒരു എന്താണ്, അതും ഗവൺമെൻറ് ഒരു ബന്ധമില്ല, അതൊരു ഓണർമാർ നടത്തുന്നതാണ് നമ്മൾ പറഞ്ഞു. അതെന്തിൽ ഉൾപ്പെടുന്നു? നമ്മുടെ പ്രോപ്പർട്ടി പ്രോഫിറ്റ് എന്നുള്ള ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞു. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് അതൊക്കെ അതിൽ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങളുണ്ട്, അതാണ് ഇപ്പോൾ മിസ് ഇപ്പോൾ വായിച്ചത്. നായക്ക് വേറൊരു സംഭവങ്ങൾ, വണ്ടി നിർത്താൻ വേറെ ഗ്യാരേജ്, പിന്നെ ഗാലറി, പിന്നെ അവർക്ക് പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, കിച്ചൺ, നെക്സ്റ്റ് ഡൈനിങ് റൂം, അങ്ങനെയുള്ള വലിയ ബിൽഡിങ്ങുകളുണ്ട്, വലിയ വലിയ ഇൻ്റർനാഷണൽ കളികൾ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളത് അതും എന്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നൊരു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ബിൽഡിംഗ് ഫോർ സ്റ്റാഫ് ക്വാർട്ടർ. ഇതിൽ എക്സെപ്ഷൻസ് ഒരു ഭാഗം വരുന്നുണ്ട്, മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ് എന്ത്? എക്സെപ്ഷൻസ്. ഇത് കൂടാതെ ഗവൺമെൻറ് അറിയുന്ന തരം ചില സംഭവങ്ങൾ, അതിന് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നു. അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് ജീവിക്കുന്ന ബിൽഡിംഗ് ഉണ്ട്, ഗവൺമെൻറ്റിൽ ഏതെങ്കിലും കമ്പനിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് അതോറിറ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതിന് എക്സാമ്പിളാണ് എന്ത്? നമ്മളെ ബിൽഡിംഗ് ഓഫ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. ബിൽഡിംഗ് ഓഫ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അതിലെല്ലാം ഉൾപ്പെടും. മീൻസ് ഒറ്റ വേർഡാണ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. അത് ഏത് സ്റ്റാഫ് ആണെങ്കിൽ ഗവൺമെൻറ് സ്റ്റാഫ് ആയിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അതെന്തൊക്കെയാണ് വരുന്നത്? അതിൽ കോണ്ടാക്ട്സ് ഓഫ് ബിസിനസ്, റെന്റൽ ഇൻകം ഓഫ് എംപ്ലോയീസ് ഓഫ് ടാക്സബിൾ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ, അത് ടാക്സബിൾ ഇൻകം ആയിരിക്കും കേട്ടോ അവിടെ ഉള്ളത്. ഓക്കെ, ദെൻ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ഫോർ ലൊക്കേറ്റിംഗ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, അതൊക്കെ ബിൽഡിംഗ് ആണല്ലോ. പോലീസ് സ്റ്റേഷനൊക്കെ ബിൽഡിംഗ് തന്നെയാണ്. അപ്പോൾ അതെന്താണ്? അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നല്ലോ. ഇതിൽ എക്സാമ്പിൾ മിസ് ജസ്റ്റ് പറയാം, ജയിലിലെ ബിൽഡിങ്ങിൽ അതൊക്കെ എന്താണ്? ജയിലൊക്കെ അല്ലേ നമ്മളെ ജയിൽ പറയുമ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ന്യൂസ് മിസ്സിനോട് പറയാം. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതില്ലേ, അതൊക്കെ എന്താണ്? അതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തൂടെ ഗോവിന്ദച്ചാമി ജയിൽ ചാടി പെട്ടെന്ന് അയാളെ പിടിക്കുകയും ചെയ്തു, വെറും മണിക്കൂറിനുള്ളിൽ പിടിച്ചുല്ലേ. അത് ഈ ബിൽഡിംഗ് എന്താണ്? ജയിലിനെ പോലെയുള്ള വലിയ മതിലൊക്കെ കെട്ടിയ ബിൽഡിംഗ് നിങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടാവില്ലേ, ആ ബിൽഡിംഗ്. അത് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ജയിലിന്, അങ്ങനെ സുരക്ഷിതരല്ല, അതുകൊണ്ടല്ല ഗോവിന്ദൻ ജയിൽ ചാടിയത്. ഓക്കെ, ആ ബിൽഡിങ്ങും എന്തിന് ടാക്സബിൾ ആണ്? മീൻസ് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ്, അപ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ട ബിൽഡിംഗ് ആണ് എന്ത്? പിന്നെ അതെന്തല്ല എന്ന് മിസ് പറഞ്ഞുകൊണ്ട് പ്രോപ്പർട്ടി. എന്ത് പ്രോപ്പർട്ടി അല്ല? ഹൗസ് പ്രോപ്പർട്ടി അല്ല. ദാറ്റ്സ് പോലീസ് സ്റ്റേഷനും അതൊക്കെ എന്താണ്? ഗവൺമെൻറ് ടാക്സബിൾ പ്രോപ്പർട്ടിയാണ്. കോമ്പോസിറ്റ് ലെറ്റിംഗ് ദ ബിൽഡിംഗ് ഓഫ് അതർ അസറ്റ് വിച്ച് ആർ അസറ്റ്സ് ഓഫ് ഹയർ മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ബിലോങ്ങിങ് ഓൾസോ ബിൽഡിംഗ്സ് കമ്പോസിറ്റ് റെന്റ്. Rent building is inseparable from the rent of said machinery, plants of furniture. Income from lettering chargeable income tax under head income from other sources, business of profession such letting the business അല്ലേ, ബിസിനസ് ഓഫ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഇൻകം ഓഫ് അതർ സോഴ്സസ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും മിസ് പറഞ്ഞത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആക്സസ് ഷുഡ് ബി ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഓണർ, അദ്ദേഹത്തിൻ്റെ ഓണറുടെ പ്രത്യേകതകൾ എന്താ? ഓൺലി ദ ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഹൂ ഈസ് ലയബിൾ പേ ടാക്സ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓണർഷിപ്പ് മീൻസ് ദ ലീഗൽ ഓണർഷിപ്പ് ആൻഡ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഇറ്റ് നോട്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ് നോക്കുന്ന അതെന്തായാലും കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷന്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ഇതൊക്കെ ബിൽഡിങ്ങുകളാണെങ്കിൽ അതൊക്കെ എന്താണ്? ടാക്സബിൾ ആണ്. അത് നോക്കാൻ അതിനൊരു മീഡിയേറ്റർ ആയിട്ട് ഒരു ഓണേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് അതിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യണം ഗവൺമെൻറ്റിലേക്ക്. അപ്പോൾ ചാർജബിൾ ആയതും അല്ലാത്തതും നേരത്തെ പറഞ്ഞതല്ലേ, കുറേ എക്സാമ്പിൾ മിസ് പറഞ്ഞല്ലോ. പ്രോഫിറ്റിലെ ബിൽഡിംഗ്, പ്രോപ്പർട്ടി, ബിൽഡിംഗ് റിലേറ്റഡ് ടു ഹൗസ്, അതെന്ത് ചെയ്യും? അത് ടാക്സബിൾ. അത് അവരുടെ ഓണേഴ്സ് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാത്തത്. ഓക്കെ, പിന്നെ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നാണ് മിസ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.